നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം സോചേട്ടാ. മറ്റേ ഡയറക്റ്റ് കയറുമല്ലോ. അതിന് മുമ്പ് വന്ദന ശ്ലോകം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് തുടങ്ങുമല്ലേ? അത്രേ ഉള്ളൂ. അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഇന്ന് പരമേശ്വർ സാറിന്റെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ വിളിക്കാനുള്ള ചുമതല എന്നെ അദ്ദേഹം ഏൽപ്പിച്ചു. നമുക്കിന്ന് 2 പേരാണ് നമ്മുടെ ഈ മഹാസംരംഭത്തിൽ അല്ലെങ്കിൽ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. ഒന്ന് നമ്മുടെ അനന്യ, മഠത്തിലുള്ള നമ്മുടെ രവിചേട്ടന്റെ പേരക്കുട്ടിയാണ്. എനിക്കും വേണം ഈ പേരക്കുട്ടി എന്ന് പറയാൻ. കാരണം അനന്യയുടെ അമ്മ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പം ആ ക്ലാസ്സിരുന്ന കൊച്ചുകുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് മകളുടെ സ്ഥാനത്തല്ലേ. അപ്പം ആ കുട്ടിയുടെ കുട്ടി ഒന്ന് നമ്മുടെ പേരക്കുട്ടിയുള്ള ഒരാളാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം വായിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ കൊച്ചു കുഞ്ഞായ ജാനകിയാണ്. ജാനകി മോൾ അതിനുശേഷം ഏകശ്ലോകി ഭാഗവതവും ജ്ഞാനപ്പാനയും നമ്മളിന്ന് ചൊല്ലിക്കേൽപ്പിക്കും. അപ്പൊ അനന്യെ അതിലേക്ക് വേണ്ടി ഭഗവത് നാമത്തിൽ വിനയത്തോടുകൂടി ആദരവോടുകൂടി ക്ഷണിക്കുന്നു. അനന്യ തുടങ്ങിക്കോളൂ കേട്ടോ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണി നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാതിതരത ഛാർദ്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നർമ്മ സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തക്ഷണാത് നിഗമകൽപതരോർഗളിതം ബലം ശുകമുഖാദ്രമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സുന്യന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹത്പുര്യ ഇമാ പുരോ വിഭു നർമായശേതേ യദമൂഷു പൂരുഷ ദുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ.
ഞാൻ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 4-ാം അധ്യായം 13 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ. പഞ്ചോഗ്രപാപാചലചത്മകാരിണ ക്രൂരാ പിശാചാ ഇവ നർത്തയാശ്രയേ ബ്രഹ്മസ്വപുഷ്ട വ്യഭിചാരകാരിണ സപ്താഹയജ്ഞേന കലൗ പുനന്തി തേ കായേന വാചാ മനസാപി പാതകം നിത്യം പ്രകുർവന്തി ഷഡാഹടേന യേ പരസ്വപുഷ്ട മലിനാ ദുരാശയ സപ്താഹയജ്ഞേന കലൗ പുനന്തി തേ അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ തുംഗഭദ്രാ തടേ പൂർവം അഭൂത്പത്തനമുത്തമം യത്ര വർണ്ണാ സ്വധർമ്മേണ സത്യസത്കർമ്മ തത്പരഃ ആത്മദേവ പുരേ തസ്മിൻ സർവവേദ വിശാരദ ശ്രൗതസ്മാർത്തേഷു നിഷ്ണാതോ ദ്വിതീയ ഇവ ഭാസ്കരഃ ഭിക്ഷുകോ വിത്തവാം ലോകേ തത്പ്രിയാ ദുന്ദുലി സ്മൃത സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരി സുകുലോ ഭവ ലോകവാർത്താരതാ ക്രൂരാ പ്രായക്ഷോ ബഹുജൽപികാ ശൂരാ ജാഗൃഹകൃത്യേഷു കൃപണാ കലഹപ്രിയാ ഏവം നിവസതോ പ്രേംണ ദമ്പത്യോരണപത്യയോ അർദ്ധാകാമാസ്തയോരസൻ ന സുഖായ ഗൃഹാദികം പശ്ചാധർമ്മ സമാരബ്ധ താഭ്യാം സന്താന ഹേതവേ ഗോപൂഹിരണ്യവാസാംസി ദീനേഭ്യോ യശദഃ സദാ തനാർദ്ധം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രീ തദച്ഛിന്ദാതുരോ വൃഷം ഏകദാ സാ ദ്വിജോ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗതഃ മധ്യാഹ്നേ തൃഷതോ ജാത തടാകം സമുപേയിവാൻ പീത്വാ ജലം നിഷണ്ണസ്തു പ്രജാ ദുഃഖേന കർഷിതഃ മുഹൂർത്താദപി തത്രൈവ സന്യാസി കശ്ചിദാഗതഃ ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ചാപാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതഃ പുരഃ യതിരുവാച കഥം ജ്യോതിഷി വിപ്രാത്വം കാതേ ചിന്താബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. പഞ്ചമഹാപാപങ്ങൾ ചെയ്യുന്നവർ, കള്ളത്തരം, വഞ്ചന മുതലായവ ചെയ്യുന്നവർ, അസത്യവാദികൾ, ദുഷ്ടർ, പിശാചുക്കളെ പോലെ പെരുമാറുന്നവർ, ദയയില്ലാത്തവർ, ബ്രാഹ്മണധനം അപഹരിച്ച് ജീവിക്കുന്നവർ, അസാൻമാർഗികൾ എന്നിവരെല്ലാം കലിയുഗത്തിൽ സപ്താഹ ശ്രവണം കൊണ്ട് പരിശുദ്ധരായിത്തീരും. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പാപം ചെയ്യുന്നവർ, ശാഠ്യബുദ്ധിയുള്ളവർ, ഹൃദയത്തിൽ നൈർമല്യമില്ലാത്തവർ, മറ്റുള്ളവരുടെ സ്വത്ത് കൊണ്ട് പുഷ്ടി പ്രാപിച്ചവർ, മാലിന്യം ബാധിച്ചവർ, ദുഷ്ടചിന്തയുള്ളവർ, ഇവരെല്ലാം സപ്താഹ യജ്ഞം കൊണ്ട് പരിശുദ്ധരായിത്തീരുന്നു. മേൽ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിനായി ഇവിടെ പണ്ട് നടന്ന ഒരു കഥ പറയാം. അത് കേൾക്കുന്നത് കൊണ്ട് പാപം നശിക്കും. പണ്ട് തുംഗഭദ്ര നദിയുടെ തീരത്ത് ശ്രേഷ്ഠമായ ഒരു പട്ടണമുണ്ടായിരുന്നു. അവിടെ 4 വർണ്ണങ്ങളിലും ഉള്ളവർ, അതായത് എല്ലാവരും അവനവന്റെ കുലത്തിലെ ആചാരമനുസരിച്ച് ജീവിക്കുന്നവരും സത്യം, സത്കർമ്മങ്ങൾ ഇവയിൽ താല്പര്യമുള്ളവരുമായിരുന്നു. ആ നഗരത്തിൽ സർവവേദങ്ങളും നന്നായി അറിഞ്ഞവനും വേദവിധികളും സ്മൃതികളിലെ നിയമങ്ങളും നന്നായി പഠിച്ചവനും മറ്റൊരു സൂര്യനോ എന്ന് തോന്നിക്കുമാർ ആത്മപ്രകാശമുള്ളവനുമായ ആത്മദേവൻ എന്ന പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ലോകത്തിൽ ഭിക്ഷുക്കളാണ് ധനികർ. കാരണം നശിക്കാത്ത ധനം ഭിക്ഷുക്കൾക്കു മാത്രമേ ഉള്ളൂ. ലോകത്തിലുള്ള ധനം എല്ലാം അയാളുടേതാണ്.
അതേ രീതിയിൽ ധനവാനായ ആത്മദേവന്റെ ഭാര്യയുടെ പേർ തുന്തുലി എന്നായിരുന്നു. അവൾ ഷാഢ്യശീലയും എപ്പോഴും അവളുടെ സൗന്ദര്യത്തിൽ അതീവ ശ്രദ്ധാലുവുമായിരുന്നു എന്ന് മാത്രമല്ല, ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ചവളുമായിരുന്നു. അവൾ വേണ്ടതും വേണ്ടാത്തതുമായ ലോകവാർത്തകൾ അറിയാൻ തത്പരയും, ഏത് ദുഷ്കർമ്മം ചെയ്യാൻ മടിയില്ലാത്തവളും, മിക്കവാറും ധാരാളം സംസാരിക്കുന്നവളും, വീടുകാര്യങ്ങളിൽ കണിശക്കാരിയും, എല്ലാവരും അവളോട് കാരുണ്യം കാണിക്കണം എന്ന് വിചാരിക്കുന്നവളും, അനാവശ്യമായി കലഹിക്കാൻ താത്പര്യമുള്ളവളുമായിരുന്നു. പരസ്പരം വലിയ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. വലിയ വീട്, സ്വത്ത്, പണം, മറ്റ് സുഖഭോഗ വസ്തുക്കൾ ഇവയൊന്നും അവർക്ക് സൗഖ്യം നൽകിയില്ല. പിന്നീട് ഇവർ രണ്ടുപേരും കുട്ടികൾ ഉണ്ടാകാനായി ധർമാചരണങ്ങൾ നടത്തി. പശുക്കൾ, ഭൂമി, സ്വർണം, വസ്ത്രങ്ങൾ മുതലായവ ദരിദ്രർക്ക് ധാരാളമായി ദാനം ചെയ്യാൻ തുടങ്ങി. അവർ അവരുടെ സമ്പത്തിന്റെ പകുതി ഭാഗവും ദാനധർമാദികൾക്കായി ചിലവഴിച്ചു. എന്നിട്ടും സന്താന സൗഭാഗ്യം ഉണ്ടായില്ല. രണ്ടുപേരും വളരെയധികം ദുഃഖിതരായി. കുട്ടികളില്ലാത്തതിനാൽ ദുഃഖിതനായ ആ ബ്രാഹ്മണൻ ഒരു നാൾ വീടുപേക്ഷിച്ച് വനത്തിലേക്ക് പോയി. നട്ടുച്ച സമയത്ത് ദാഹശമനത്തിനായി നല്ല വെള്ളമുള്ള ഒരു തടാകത്തിലെത്തി. വെള്ളം കുടിച്ചു. വീണ്ടും മനസ്സിൽ കുട്ടികൾ ഇല്ലാത്തതിന്റെ ദുഃഖമുണ്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സന്യാസി വന്നു ചേർന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞ ആ ബ്രാഹ്മണൻ സന്യാസിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സമീപം ചെന്ന് പാദങ്ങളിൽ നമസ്കരിച്ച ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു. ഹേ ബ്രാഹ്മണ, നീ എന്തിനു കരയുന്നു? നിന്റെ ഗഹനമായ ചിന്ത എന്താണ്? നീ നിന്റെ ദുഃഖത്തിന്റെ കാരണം എന്നോട് പറയുക. എനിക്ക് ഈ അവസരം നൽകിയ പരമേശ്വരൻ സാറിനോടും സ്വാമിയാർ മഠത്തിലെ എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുന്നു. എന്റെ ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുന്നു. മ്യൂട്ടാണ് സോമൻചേട്ടാ. ആ, മിടുക്കിയായിട്ട് വായിച്ചു, നന്നായിട്ട് അർത്ഥവും പറഞ്ഞു, നന്നായിട്ടുണ്ട്. നമുക്കിനി മറ്റു കഴിഞ്ഞിട്ട് ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞതിന് ശേഷമല്ലേ സാറേ? അതെ 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 സോമൻചേട്ടാ. അപ്പൊ ഇനി അടുത്ത് ജാനു കുട്ടി ആയിക്കോട്ടെ. ജാനു പിടിക്ക് തുടങ്ങാം നമുക്ക്. ശരി, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർത്തനം മായാപൂതന ജീവിതാപഹരണം ഗോവർത്തനോദാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്ദീസുതാപാലനം ഹേതത്വാഗതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം കൃഷ്ണ കൃഷ്ണ കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തൂണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സാബലമാക്കിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇനി കണ്ട താടിക്കു വിനാശവും ഇന്ന നേരവെന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും
വാദിക്കും ജനങ്ങളെ. കണ്ടില്ലെന്നു വരുത്തുന്ന തുമ്പവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്ന തുമ്പവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്ന തുമ്പവാൻ. എളുതായിട്ടു മുക്തിയിലെ വിപ്പനായി ചെവി തന്നിതുക്കെ പിന്നെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ട് ചാമച്ചോരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നരീചത്തു നാരനായി പിറക്കുന്നു, നാരീചത്തുടനൊഴിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു ക്രിമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ. ഭൂമി ഇന്നത്ര നേടുന്നു കർമ്മങ്ങൾക്കു വിളനിലമാകിയ ജന്മദേശമിഭൂമിയാറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം. പത്തന്മാർക്കു മുമുക്ഷു കുട്ടിയുടെ മ്യൂട്ടായല്ലോ. മ്യൂട്ടായി മോളെ. കുഞ്ഞിന്റെ ഒന്നുകൂടെ അമ്മ ആരാ? ശരിയായോ? കേൾക്കാമോ ഉണ്ട്. ഇടയ്ക്ക് കുഴപ്പമില്ല, വായിച്ചു തുറന്നു വായിച്ചോളൂ. ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ. യുഗം 4ലും നല്ലു കാലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായെന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും. അർത്ഥമെത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാക്കാം മനസ്സിനൊരു കലം. ചത്തുപോന്നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോവാനോരുത്തർക്കും. കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. സത്യ കൂടാതെ നാമങ്ങളെപ്പോഴും പതി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളമീവണം ശ്രദ്ധയോടെ വാസിക്കണമേവരും. കൃഷ്ണ കൃഷ്ണ ഏതു ദിക്കിലിരിക്കിലു തന്നുടെ നാവ് കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടു എന്നാകിലും. ജന്മസാഫല്യം അപ്പോരെ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലു എന്നാമങ്ങൾ അനന്തം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.
അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എനിക്ക് ഈ അവസരം തന്ന പരമേശ്വരൻ സാറിനും സോമനപ്പൂപ്പനും സ്വാമിയാമഠത്തിനും എന്റെ നന്ദി. മിടുക്കി. നാളെ വരുമ്പോ നാളെ പൂരിയാണെന്നാ കേട്ടത് കേട്ടോ, ഇഡ്ലിക്ക് പകരം. അപ്പൊ ഞാൻ ഒരു പൂരി കൂടുതൽ കേട്ടോ, അപ്പൂപ്പിന്റെ പൂരി ഉണ്ടായി. ഞാൻ കൂട്ടി നന്നായിട്ട് ചൊല്ലി കേട്ടോ. മിടുക്കി കുട്ടി. ചേട്ടാ, ഹലോ ചേട്ടാ, പറയൂ ചേട്ടാ. ഗുരുനാഥനായ പരമേശ്വരന്റെ ശുഷ്കാന്തി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇന്ന് അദ്ദേഹത്തിന് എന്തോ അടിയന്തരമായിട്ട് വരാൻ സാധിച്ചില്ല. അതിന് അടുത്ത ഗുരുനാഥനെ ഏൽപ്പിച്ചു. കുഞ്ഞുങ്ങളുള്ള ആ ശുഷ്കാന്തി, ആ ശ്രദ്ധ അദ്ദേഹത്തിനും ഇന്നത്തെ ക്ലാസ് നിയന്ത്രിക്കുന്ന സോമശേഖരൻ സാറിന് എൻ്റെ വിനീത പ്രണാമം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ കുഞ്ഞുങ്ങളിലെ രക്ഷകർത്താക്കൾക്കും എൻ്റെ പാദ നമസ്കാരം. അനന്യയുടെ അമ്മയ്ക്കൊന്നും തോന്നണ്ട, ഈ പ്രായത്തിലാണ്. സോമൻ പറഞ്ഞില്ലേ, അനന്യയുടെ അമ്മ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇതുപോലെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സുഹൃതം, അന്ന് ലഭിച്ച ആ ആധ്യാത്മിക സംസ്കാരം ഇന്നും അമ്മ തുടരുകയാണ്. അങ്ങനെ തന്നെ വേണം. അനന്യയും ജാനകിക്കുട്ടിയും നല്ല ഭംഗിയായിട്ട് ഒരു തെറ്റും കൂടാതെ നല്ലതുപോലെ സംസാരിച്ചു, പാടി, അർത്ഥം പറഞ്ഞു. ഈ ഭാഗവത പാരായണം ഭക്തിയെ വർദ്ധിപ്പിക്കും. ഭക്തിയാണല്ലോ കിട്ടാനായിട്ട് പ്രയാസം. ഭാഗവത പാരായണം നിത്യപാരായണം കൊണ്ട് ഭക്തി വർദ്ധിപ്പിച്ച് കിട്ടും, അറിവിനെ ഉണ്ടാക്കും. ഈ ഭാഗവതം എന്ന് പറയുന്നത് വേദവൃക്ഷത്തിന്റെ ഫലമാണ്. രസം ആസ്വദിക്കാൻ കഴിയുന്നത് ഫലത്തിൽ നിന്നാണ്. വേദാന്തങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന രസം സമാഹരിച്ചിരിക്കുന്ന മുഴുവൻ ഭാഗവതത്തിലാണ്. സകല വേദങ്ങളുടെയും സാരാംശം ഭാഗവതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതാമൃതം ആസ്വാദ്യകരമായിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും മൂലം വേദമാണ്. ഇതാദ്യം മനസ്സിലാക്കിയ നാരദ മഹർഷിയാണ് സനകാദികളോട് ഭാഗവത കഥകൾ സപ്താഹമായിട്ട് വായിക്കാൻ പറഞ്ഞത്. ആ മുനിഗണങ്ങള് സപ്താഹമായിട്ട് ഭാഗവതം വായിക്കാൻ ആരംഭിച്ചപ്പോൾ കേൾവിക്കാരായി വന്നത് ആരൊക്കെയാണെന്നറിയാമോ? ഭൃഗുമഹർഷി, വസിഷ്ഠ മഹർഷി തുടങ്ങിയവരായിരുന്നു. പിന്നെ ദേവന്മാരും പുറകെ വരാൻ തുടങ്ങി, ഗന്ധർവന്മാരും ഒക്കെ എത്തി, മഹാമുനികളൊക്കെ ശ്രേഷ്ഠന്മാരെല്ലാം എത്തി. നാരദനെ മുൻനിർത്തി സനകാദികൾ ഭാഗവത കഥാകഥനം ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ ആ സ്ഥാനം ആർക്കാണുള്ളത്? നിങ്ങളുടെ ഗുരുനാഥന്മാരായ പരമേശ്വരൻ സാറിനും സോമൻ സാറിനും ഒക്കെയാണ്. അപ്പോ നിങ്ങളാരാണ് ഇതിൽ സനകാദികൾ? നിങ്ങൾ വായിക്കുന്നതും പറയുന്നതും കേട്ട് ഞങ്ങൾ ഭാഗവത മഹാത്മ്യം ആസ്വദിക്കുന്നു, സന്തോഷിക്കുന്നു, സായുജ്യമടയുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? എത്ര നല്ല വാക്കുകൾ കൊണ്ടാണ് നിങ്ങളെ അഭിനന്ദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കുഞ്ഞുങ്ങളത് തുടർന്നുകൊണ്ടേ പോകണം.
ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ചെയ്യും. ഭാഗവതം അല്പനേരം വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ജീവിതം ധന്യധന്യമായിട്ട് തീരും. നന്ദി, നമസ്കാരം. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ പരമേശ്വര സാറിന് എന്തുമാത്രം ഉത്സാഹം കാണിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇത് വായിക്കണേന്നുള്ളത് മറക്കരുത്. അച്ഛനമ്മമാരും ഓർക്കണം. അപ്പൊ നമുക്ക് പരമേശ്വര സാറിന് എന്താ തിരിച്ചു കൊടുക്കേണ്ടത്? ഗുരുദക്ഷിണയാണ് കൊടുക്കേണ്ടത്. എന്താ ഗുരുദക്ഷിണ? നിങ്ങൾ ഇതെന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ. മുതിർന്നു കഴിയുമ്പോൾ അതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് തന്നെ ഭഗവാൻ തന്നെ പറഞ്ഞു തരും. അപ്പം അത് ചെയ്യുക. എല്ലാ ദിവസവും ഭാഗവതത്തിന്റെ, കാരണം ജന്മാന്തര പുണ്യം കൊണ്ടേ ശ്രീമദ് ഭാഗവതം വായിക്കാൻ സാധിക്കൂ എന്ന് ഭാഗവത് തന്നെ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ എത്രയോ സുഹൃതം ചെയ്ത അച്ഛനുമാർക്കുണ്ടായ പുണ്യം ചെയ്ത സുഹൃത ജന്മങ്ങളായ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരുടെ അച്ഛനമ്മമാരും ആ മഹാഭാഗ്യം എന്നും നിലനിർത്താൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ. ഇനി ഓരോരുത്തര് അവരുടേതായ വാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് സമർപ്പിക്കുക. നമസ്കാരം സർ. സായിറാം. സായിരാം. അനന്യ മോള് ഭംഗിയായിട്ട് പാരായണം ചെയ്തു. അതിലും ഭംഗിയായിട്ട് പ്രഭാഷണം ചെയ്തു. എന്ത് ഭംഗിയായിട്ട്, അത്ര നല്ല വോയിസ് മോഡുലേഷനോട് കൂടിയാണ് മോള് പറഞ്ഞെന്നറിയാമോ? അത്രയും നന്നായിട്ട്. പരമേശ്വരൻ സാറിന് സോമൻ ചേട്ടൻ പറഞ്ഞ പോലെ പാദ നമസ്കാരം ചെയ്യണം, നിങ്ങളെ ഇത്രയും നന്നായിട്ട് ട്രെയിൻ ചെയ്തതിന്. പിന്നെ നിങ്ങളുടെ പേരൻസിനും, അവരും ഒത്തിരി എടുത്തിട്ടാണല്ലോ നിങ്ങളെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തത്. പിന്നെ ആ ഒരു പുണ്യത്തിന്റെ ഒരു അംശം കേൾവിക്കാരായ ഞങ്ങളിലും കൂടി പകർന്നു കിട്ടുന്നുണ്ട്. അതിന് വളരെയധികം നന്ദി. പിന്നെ ജാനകിക്കുട്ടി മോള് അസലായിട്ട് ചൊല്ലിട്ടോ. പല്ലെവിടെ പോയി? ചിരി കാണാൻ എന്ത് രസാണ്. നന്നായിട്ട് ചൊല്ലിട്ടോ മോള്. ഭംഗിയായിരുന്നു. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഈ പറയുന്നൊരു അത് വീഡിയോ ഒന്ന് ഓൺ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കാണാം, കുട്ടികൾക്ക് കാണാലോ, ബുദ്ധിമുട്ടില്ലാത്തവര് ട്ടോ. പറഞ്ഞോളൂ. മധുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ സംരംഭം വളരെ ഞങ്ങളൊക്കെ ഈ മൂല ആദ്യമായിട്ട് നിങ്ങൾ ചൊല്ലുന്നതും പറയുന്നതും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർത്തു വെച്ചിരിക്കുക. ആദ്യമായിട്ടാണ് ഇത് പറഞ്ഞ പോലെ ഇതിലൂടെ ഒന്ന് കടന്നു പോകുക എന്ന് പറയുന്ന ഒരു സുഹൃതം തന്നെയാണ്. ഏതായാലും ശരിക്കും പറഞ്ഞാല് അനന്യമോളുടെ അത് ചൊല്ലിയതും അതുപോലെ അതിന്റെ പ്രഭാഷണവും വളരെ നന്നായിരുന്നു, വളരെ വിജ്ഞാനപ്രദമായിരുന്നു. അതുപോലെ ജാനിക്കുട്ടിയുടെ ജ്ഞാനപ്പാനയിൽ പറയുന്നത് പോലെ തന്നെ ജ്ഞാനപ്പാന ആലാപനത്തിലൂടെ നമുക്ക് മോക്ഷം ലഭിച്ചു. അനന്യമോൾക്കും ജാനിക്കുട്ടിക്കും പ്രത്യേകം അഭിനന്ദനങ്ങള്. ഈശ്വരൻ ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും അനുഗ്രഹിക്കട്ടെ. ഇനിയും വീണ്ടും അടുത്ത വർഷവും നമുക്ക് ഇതിലും നല്ല ഗംഭീരമായിട്ടെല്ലാം പറയാന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ മോളെ. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമസ്തേ സാർ. രണ്ടു കുട്ടികളും വളരെ നന്നായി പറഞ്ഞു. മോളെ അനന്യ നല്ല പാരായണമായിരുന്നു. അതിലുപരി അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് നിർത്തി വെറുതെ വായിക്കാതെ എല്ലാം ഉൾക്കൊണ്ടാണ് മോളെ അതിന്റെ പ്രഭാഷണം ചെയ്തത്. വളരെ നന്നായിരുന്നു. അപ്പോ എന്ത് പാതകം ചെയ്താൽ കൂടി, എന്ത് കുറ്റം ചെയ്താൽ കൂടി സപ്താഹം ശ്രവിച്ചാൽ നമ്മുടെ പാവങ്ങളെല്ലാം തീരും എന്നാണ് ഇന്ന് മോള് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അറിഞ്ഞും അറിയാതെ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് നീക്കി തരിക. പാപം ഇനിയും ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ സപ്താഹം ശ്രവണം മാത്രം മതി, നമ്മുടെ പാപമൊക്കെ തീരും എന്ന് മോള് ഇന്ന് നന്നായിട്ടത് വ്യക്തമാക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അപ്പോ മോള് ഇനി ഇതുപോലെ ഈ 18,000 ശ്ലോകങ്ങളും പഠിച്ച്
ഞങ്ങൾക്ക് ഇതുപോലെ ഭാഗവതം മുഴുവൻ പറഞ്ഞു തരാൻ മോൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ കയ്യിലാണ് ഭാവിയിൽ ഈ ഭാഗവതമൊക്കെ ഉള്ളത്. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഈ ഭാഗവതം ഞങ്ങളെക്കാളും നന്നായിട്ട് നിങ്ങളൊക്കെ വായിച്ച് പ്രചരിപ്പിക്കും. അതിനു വേണ്ടിയിട്ടൊരു പുതിയ തലമുറയാണ് പരമേശ്വര സാറും സോമൻ സാറും ഒക്കെ ഇങ്ങനെ വാർത്തെടുക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വലിയവര് പറഞ്ഞാൽ കൂടെ ചിലപ്പോൾ ഇത്രയും ശ്രദ്ധയോടെ ഞങ്ങൾ കേട്ടൂന്ന് വരില്ല. നിങ്ങളുടെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ വളരെ മധുരമായി. വളരെ നന്നായിരുന്നു മോളെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും ഇതിന്റെ ഒരു ഭാഗമാകാൻ ഗുരുവായൂരപ്പൻ സമ്മതിച്ചാൽ ഭഗവാന്റെ പാദത്തിൽ നമസ്കാരം. നിങ്ങളുടെ പേരൻസിനും അതിനേക്കാൾ നമസ്കാരമുണ്ട്. നിങ്ങളെ ഇതിനൊക്കെ ഉത്സാഹിക്കുന്നില്ല, അതൊക്കെ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. അങ്ങനെ ഒരു താഴ്മയോടുകൂടി എപ്പോഴും മനസ്സിലെടുക്കണം. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് ഈ ലോകത്ത് നടക്കുന്നതെല്ലാം. നമ്മളെയൊക്കെ മോള് അത് കഴിഞ്ഞ് കുട്ടി പാടിയില്ലേ, ജ്ഞാനപ്പാന പാടി. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞേ? നമ്മളെയൊക്കെ ബന്ധിക്കുന്ന സാധനം അത് തന്നെ കർമ്മബന്ധം. അപ്പൊ നമ്മളെയൊക്കെ ഇവിടെ അടുപ്പിച്ചിരുത്തിയില്ല. അപ്പൊ ഭഗവാൻ നമ്മളെ അങ്ങനെ ചേർത്തിരുത്തിയിരിക്കുകയാണ്. മോളെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ കയ്യിൽ ഇങ്ങനെ എടുത്തിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ പാടാൻ പറ്റുള്ളൂ. വളരെ നന്നായി കേട്ടോ. ആമോദത്തോടെ തന്നെയാണ് നാമം ചൊല്ലിയത് കേട്ടോ. വളരെ സന്തോഷത്തോടെ, നല്ല ക്യൂട്ടായിരുന്നു. അതിനേക്കാളുപരി നന്നായിട്ടാണ് ജ്ഞാനപ്പാന ചൊല്ലിയത്. മേൽക്കുമേൽ ഇങ്ങനെ നിറയെ പഠിക്കാൻ പറ്റട്ടെ കേട്ടോ. നിറയെ ഇനി ഇതേപോലെ ഭാഗവതമൊക്കെ പഠിച്ച് പ്രഭാഷണമൊക്കെ ചെയ്യണം കേട്ടോ. രണ്ട് കുട്ടികൾക്കും നിങ്ങളൊരു എന്താ പറയാ, ഉമ്മയാണോ ഇല്ല നമസ്കാരമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. രണ്ടും ഇരിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ സാർ. നമസ്കാരം സാർ. അടുത്താരുമില്ലേ പറയാനായിട്ട്? കഴിഞ്ഞു തോന്നുന്നു സോനിയേട്ടാ. നമസ്കാരം സാർ. ഞാനിപ്പോ ക്ലാസ്സിൽ നിന്ന് കയറിയേ ഉള്ളൂ. ഞാനിപ്പോ ഇവര് പറഞ്ഞതെല്ലാം കേട്ടുള്ളൂ. കുട്ടികളുടെ വായന കേട്ടില്ല. ഒരു സോറി. സോമൻ ചേട്ടൻ മാപ്പ് ചോദിക്കുന്നു. കയറാൻ പറ്റിയില്ല, ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമസ്കാരം ചേട്ടാ. സോമൻ ചേട്ടന് നമസ്കാരം. മക്കളെ എല്ലാവരും പറഞ്ഞത് കേട്ടപ്പോ മക്കളെ എങ്ങനെ ചെല്ലി എന്നുള്ളത് എനിക്ക് നല്ല മനസ്സിലായി കേട്ടോ. ഇതുപോലെ എല്ലാവരും പറഞ്ഞ പോലെ ഇനിയും നല്ലോണം എല്ലാം പഠിച്ച് നമ്മളെ കേൾപ്പിക്കണം. നിങ്ങളുടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. പക്ഷെ വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു, കയറാൻ പറ്റില്ല. വെരി സോറി മോളെ. റെക്കോർഡ് ഉണ്ടെങ്കിൽ ഞാൻ കേട്ടോളാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പെർമനന്റ് ആയിട്ട് യൂട്യൂബിൽ കിടക്കും. അനന്യയുടെയും ജാനുവിന്റെയും പ്രഭാഷണവും പാരായണൊക്കെ യൂട്യൂബിൽ ഉണ്ടാവും. ഇനി വിനോദ എങ്ങനെ വെച്ചാൽ കൺക്ലൂഡ് ചെയ്യാം. സോമൻ ചേട്ടാ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നാളത്തെ പ്രഭാഷണം പാരായണവും ചെയ്യുന്നത് 21-ാം ദിവസമാണ്. നാളെ നമ്മുടെ ഭാഗവത മഹാത്മ്യം കുട്ടികളുടെ ഈ പരിപാടി 21-ാമത്തെ ദിവസമായ നാളെ അരുന്ധതി എം നായരാണ്. അത് 4-ാം അധ്യായത്തിലെ 27 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങൾ. അതിനെക്കുറിച്ച് പ്രഭാഷണവും ചെറിയൊരു സാരാംശം അതിനെക്കുറിച്ച് പറയും. പിന്നെ ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും പാരായണം ചെയ്യുന്നത് പ്രയാഗ് രാഹുലാണ്. അതായത് ജാനകിയുടെ സഹോദരനാണ്. നാളെ എല്ലാവരെയും ഇത് ശ്രവിക്കുന്നതിനും കുട്ടികളെ അനുഗ്രഹിക്കുന്നതിനുമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ മക്കളും കാരണം, എല്ലാ അച്ഛനമ്മമാരും കാരണം, നമുക്ക് ഇന്ന് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഭഗവത് അമൃത കഥയും ഈ അമൃത മന്ത്രങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്ന ശരിക്കുള്ള വളമാണ്. ഇത് സ്വീകരിച്ച് വളരുന്ന അവർക്കും അനുഗ്രഹമായിരിക്കും, വീടിന് അനുഗ്രഹമായിരിക്കും, നാടിന് അനുഗ്രഹമായിരിക്കും, ലോകത്തിന് അനുഗ്രഹമായിരിക്കും. അതിനുവേണ്ടി അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിമാരൊക്കെ എല്ലാവരും കയറണം, കേൾക്കണം, അവരെ അനുഗ്രഹിക്കണം. എല്ലാവർക്കും സായിരാം.
സായിരാം 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 സായിരാം